50 വയസ്സുള്ള ഒരു കുട്ടി ജനിച്ചത് മുതൽ കണ്ടു കാണാത്ത ആ കുട്ടി ഇവിടെ വന്ന് ഉപ്പാപ്പനെ സിയാറത്ത് ചെയ്ത് പാപ്പൻ്റെ ഹബറത്തിൽ അരമണിക്കൂർ ഇവിടെ ഇരിക്കുകയും അങ്ങനെ പുറത്തുള്ള കിണറ്റിൽ നിന്ന് ഔലിയ വെള്ളം എന്ന് പറയുന്ന ആ വെള്ളത്തിൽ നിന്ന് തല കഴുകി അങ്ങനെ വീണ്ടും മക്കാമിൽ പോയിരുന്ന് അവിടെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കുട്ടി രണ്ട് കണ്ണിനും കാഴ്ച തിരിച്ചു കിട്ടി എന്ന ഒരു അത്ഭുത സംഭവം നമ്മളെല്ലാവരും ഈ നാട്ടുകാരൊക്കെ നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഈ വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിലുള്ള പ്രായമുള്ള ഉമ്മ പറഞ്ഞ് ഇവിടെ കുട്ടികൾക്ക് ആർക്കും സുഖമില്ല, അതുകൊണ്ട് ഭക്ഷണം കിട്ടാൻ കുറച്ച് പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ സ്ത്രീയോട് പറഞ്ഞ് അസുഖങ്ങളൊക്കെ മാറിക്കോളും, എനിക്ക് ഉച്ചക്കത്തെ ഭക്ഷണം എന്തായാലും കിട്ടണം. എല്ലാവരും അസുഖം മാറി ഭക്ഷണവുമായി വന്നപ്പോൾ പിന്നെ ആ സ്ത്രീ അന്ന് മുതൽ കണ്ടിട്ടില്ല. അതാണ് പുറലോകം അറിയാനുള്ള ഏറ്റവും വലിയൊരു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോഴുള്ളത് തിരൂരിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയായി തീരദേശ മേഖലയായ കൂട്ടായിയോട് സമീപത്തുള്ള മഹാനായ നെച്ചിക്കാട്ടിൽ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ മക്ബറയിലാണുള്ളത്. നിരവധി കറാമത്തുകൾക്കുടമയായിരുന്നു മഹാനവറുകൾ. മഹാനായ മമ്പുറം തങ്ങളും അതുപോലെ തന്നെ നിരവധി ഔലിയാക്കന്മാരും അവരുടെ ജീവിതകാലത്ത് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുകയും ഒരുപാട് സമയം ഇവിടെ ഇരിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്തതായി ഈ നാട്ടുകാരും ഇവിടെ സേവനം ചെയ്യുന്നവരും പറയുന്നു. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ നമ്മുടെ കേരളത്തിൽ ഇന്നും അന്നും എന്നും ഒരുപോലെ തന്നെ ജീവിച്ചിട്ടുണ്ട്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ പേരെന്താണെന്നോ നാട് എവിടെയാണെന്നോ കൃത്യമായി ഇവിടത്തുകാർക്കറിയില്ല. എങ്കിലും ഇവർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ നിരവധി അത്ഭുത സംഭവങ്ങൾക്കുടമയായിരുന്നുവെന്നും അതിന് ഈ നാട്ടുകാരിൽ പലരും സാക്ഷികളാണെന്നുമാണ് ഇവിടത്തുകാർ പറയുന്നത്. ഏതായിരുന്നാലും മഹാനായ മമ്പുറം തങ്ങളുടെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള മഹാന്മാരായ ഔലിയാക്കളുടെ പാദസ്പർശനം കൊണ്ടും അവരുടെയൊക്കെ സിയാറത്തും ഇവിടെ വന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മഹാൻ അത്രയും വലിയ പദവി ലഭിച്ച മഹാനായിരിക്കണം. ജാതിമതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ സിയാറത്തിനായി വരുന്നത്. വരുന്നവർക്ക് മുഴുവനും അവരുടെ നേറുന്ന പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും തീർത്തുകൊണ്ടാണ് ഇവിടുന്നവർ തിരികെ പോകുന്നത്. ഈ മക്ബറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളില്ലാത്ത ആയിരക്കണക്കിന് ദമ്പതിമാർക്ക് ഇവിടെ വന്നുകൊണ്ട് ഇവർ പറയുന്ന രൂപത്തിൽ നേർച്ച ചെയ്താൽ അവർക്ക് കുട്ടികളെ ലഭിക്കുമെന്നും അങ്ങനെ ലഭിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് ഇവർ സാക്ഷികളാണെന്നുമാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ നെച്ചിക്കാട്ട് വലിയുല്ലാഹി ഏകദേശം ഇവിടുത്തെ നാട്ടുകാരുടെ കണക്കനുസരിച്ച് 600 വർഷത്തിന് മുകളിൽ 600-ൻ്റെയും 700-ൻ്റെയും വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുണ്ട് ഈ മഹാന്റെ മക്ബറക്ക്. ഈ മഹാന് ഏത് നാട്ടുകാരനാണ്, എവിടുത്തുകാരനാണ്, എവിടുന്ന് വന്നു, ആ ഏത് കുടുംബത്തിലാണ്, പേരെന്താണ്, നാടേതാണ്, ഒന്നും ഇതുവരെ ഈ നാട്ടുകാർക്ക് പോലും അറിയാത്ത ഒരു വലിയ കറാമത്തുള്ള മഹാനാണ്. ഈ മഹാനവറുകൾ ഇവിടെ ആരും അറിയാത്ത രൂപത്തിൽ വർഷങ്ങളോളം ഇവിടെ ജീവിച്ച് ഇത് വലിയ നേരത്തെ ഈ സ്ഥലങ്ങളൊക്കെ വലിയൊരു കാട് പിടിച്ചൊരു സ്ഥലമാണ്. അവിടെ നിന്ന് മഹാന് വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത് പുറലോകം പോലും അറിയാതെ ഒരുപാട് കറാമത്തുകൾ കാണിച്ച് അങ്ങനെ അവിടെ തന്നെ മറപെട്ട് കിടക്കുന്ന വലിയൊരു മഹാന്റെ മക്ബറയാണ് ഇത്. ഈ മക്ബറയിൽ തന്നെ മഹാനായ മമ്പറന്നങ്ങളെ പോലത്തെ വലിയ വലിയ ഔലിയാക്കന്മാർ ആലുവായ അബൂബക്കർ മുസ്ലിയാർ മമ്പറന്നങ്ങളൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്ന് ഈ സ്ഥലത്ത് മഹാന്റെ അടുത്ത് സിയാറത്ത് ചെയ്ത് കൂടിയതൊക്കെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത്രക്കും വലിയ കറാമത്തുള്ള മഹാനാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു കറാമത്ത് കുട്ടികളില്ലാത്തവർക്ക് ഇവിടെ വന്ന് മഹാന്റെ പേരിലുള്ള ഒരു വലിയൊരു പോരിശയുള്ളൊരു മാലപ്പാട്ടുണ്ട്. ആ മാലപ്പാട്ട് കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി പാടാൻ നേർച്ചയാക്കുകയും ആ മാലപ്പാട്ട് പാടുകയും ഇവിടുത്തെ വെള്ളം അത് ബർക്കത്തിന് വേണ്ടി കൊണ്ടുപോവുകയും കുടിക്കുകയും
ഇവിടേക്ക് അരിയായി, പഴങ്ങളായി, വെളിച്ചെണ്ണയായി ഒക്കെ നേർച്ച ചെയ്ത് അങ്ങനെ ഒരുപാട് അത്ഭുത ഫലങ്ങൾ, എത്രയോ അനുഭവങ്ങളുള്ള വലിയൊരു മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ മഹാനെക്കുറിച്ച് പറയാൻ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ചൊറിച്ചിൽ, അതുപോലെ ശൈത്താനീയത്തിൻ്റെ അസുഖമുള്ളവർ, മുടി കൊഴിച്ചിൽ, താരന്, ക്യാൻസർ, കണ്ണ് കാണാത്ത അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് വലിയ അത്ഭുതമുള്ള വലിയ മഹാനാണ് ഇവിടുത്തെ നെച്ചിക്കാട്ട് വലിയുള്ള. ഇപ്പം ഈ അടുത്ത് തന്നെ ഒരു കോഴിക്കോട് ജില്ലയിലെ ഒരു 9 വയസ്സുള്ള ഒരു കുട്ടി, ജനിച്ചത് മുതൽ കണ്ണ് കാണാത്ത ആ കുട്ടി ഇവിടെ വന്ന് ഉപ്പാപ്പനെ സിയാറത്ത് ചെയ്ത് പാപ്പൻ്റെ ഹബറത്തിൽ അരമണിക്കൂർ ഇവിടെ ഇരിക്കുകയും അങ്ങനെ പുറത്തുള്ള കിണറ്റിൽ നിന്ന് ഔലിയ വെള്ളം എന്ന് പറയുന്ന ആ വെള്ളത്തിൽ നിന്ന് തല കഴുകി അങ്ങനെ വീണ്ടും മക്കാമിൽ പോയിരുന്ന് അവിടെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കുട്ടി രണ്ട് കണ്ണിനും കാഴ്ച തിരിച്ചു കിട്ടി എന്ന ഒരു അത്ഭുത സംഭവം നമ്മളെല്ലാവരും ഈ നാട്ടുകാരൊക്കെ കണ്ടതാണ്. അപ്പം അതുകൊണ്ട് സിയാറത്തിന് വരുന്നവർ പല ഉദ്ദേശങ്ങൾ വെച്ച് ഇവിടെ സിയാറത്തിന് വന്നാൽ തീർച്ചയായും അത് സാധിക്കുക തന്നെ ചെയ്യും. ജീവിച്ചിരിക്കുന്ന കാലത്ത് കറാമത്തുകൾ ചെയ്തിരുന്നു എന്ന് എങ്ങനെ നമുക്ക് അത് അറിയാൻ കഴിയാം? അന്ന് ഈ മഹാന്റെ ഇവിടെ ഈ കാട്ടിൽ ഇബാദത്ത് ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് അടുത്ത് ഒരു സ്ത്രീ ഉണ്ടായി. ആ സ്ത്രീയാണ് ഈ ഇങ്ങനെ ഒരു മഹാൻ ഉണ്ട് എന്നുള്ളത് പുറലോകം തന്നെ അറിയുന്നത്. മഹാനുകൾ ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഈ വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിലുള്ള പ്രായമുള്ള ഉമ്മ പറഞ്ഞ് ഇവിടെ കുട്ടികൾക്ക് ആർക്കും സുഖമില്ല, അതുകൊണ്ട് ഭക്ഷണം കിട്ടാൻ കുറച്ച് പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ സ്ത്രീയോട് പറഞ്ഞ് അസുഖങ്ങളൊക്കെ മാറിക്കോളും, എനിക്ക് ഉച്ചക്കത്തെ ഭക്ഷണം എന്തായാലും കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ വിശ്വസിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ അത്ഭുതമായി അവരുടെ വീട്ടിലെല്ലാവരും അസുഖം മാറി ഭക്ഷണവുമായി വന്നപ്പോൾ പിന്നെ ആ മഹാൻ ആ സ്ത്രീ അന്ന് മുതൽ കണ്ടിട്ടില്ല. അതാണ് പുറലോകം അറിയാനുള്ള ഏറ്റവും വലിയൊരു കാരണം. റബീഉൽ അവ്വൽ 18 പാപ്പന്റെ വഫാത്തിന്റെ ദിവസം ചരിത്രത്തിലുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥന്റെ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഉറൂസ് കുറച്ച് വൈകിട്ടാണ് നടന്നത്. സാധാരണ 3-4 ദിവസം വെച്ച് നടത്തുന്ന പരിപാടി കഴിഞ്ഞ വർഷം മഴ ഈ പ്രാവശ്യം ഇപ്പോൾ ഒരു മാസം അടുത്താവും. അപ്പോൾ മഴ ആയതുകൊണ്ട് ഒറ്റ ദിവസമാക്കി ചുരുക്കിയിട്ടാണ് കഴിച്ചത്.